when 1/4 of a number is added to the number 30 is good. അതായത് ഇപ്പോൾ ഒരു നമ്പർ നമ്മളിപ്പോൾ നമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ആ നമ്പറിനെ എന്തായിട്ടാണ് കാണാറുള്ളത്? എക്സ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് അതേപോലെ നമ്പറിനെ എക്സ് ആയിട്ട് എടുക്കും. ഇനി 1/4 ഓഫ് എ നമ്പർ, ഇതിൻ്റെ 1/4 എന്ന് പറയുമ്പോഴോ 1/4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1/4 ആണെന്ന് അറിയാം. അപ്പോൾ എക്സിൻ്റെ 1/4 എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു x/4 അല്ലേ? ഓക്കെ, ഇനി അടുത്ത് എന്താണ്? ഈസ് ആഡഡ് ടു ദ നമ്പർ ഏതാണ്? എക്സ് ആണ്. അതായത് എക്സും x/4 കൂടെ ആഡ് ചെയ്തു. എക്സിലേക്ക് x/4 1/4 എക്സിൻ്റെ 1/4 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 30 ഈസ് ഗോട്ട്. 30 ഈസ് ഗോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മുടെ മാത്തമാറ്റിക്കൽ ലാംഗ്വേജിൽ ഗോട്ട് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ആണ് അല്ലേ? ഈക്വൽ ടു 30. സോ എക്സ് പ്ലസ് x/4 ഈസ് ഈക്വൽ ടു 30. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമ്മൾ ഇതൊരു ഫ്രാക്ഷണൽ നമ്പറാണല്ലേ? ഇതെന്താണ്? നമ്മുടെ ഒരു ഹോൾ നമ്പർ പോലെ ഒരു നമ്പറാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെയും ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി ഡിനോമിനേറ്ററിൽ 1 കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും എന്തായി? ഒരു ഫ്രാക്ഷണൽ നമ്പർ പോലെ ആയില്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിന് തമ്മിൽ ഗുണിക്കാം. ഡിനോമിനേറ്ററിലെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 4 × 1 എന്ന് പറയുമ്പോൾ 4 ആണ്. ഇവിടെ ക്രോസ് ചെയ്യാണ് അല്ലേ? 4 × x 4x, പിന്നെയോ പ്ലസ് x × 1 x. അപ്പോൾ 4 പ്ലസ് ഉണ്ട് കേട്ടോ. 4x പ്ലസ് x/4 ഈക്വൽ ടു 30 എന്ന് കിട്ടൂലേ? ഓക്കെ, ഞാനിതൊന്ന് മായ്ച്ചിട്ട് എഴുതാട്ടോ അടുത്തത്. അപ്പോൾ 4x പ്ലസ് x/4 ഈക്വൽ ടു 30. 4x പ്ലസ് x/4 ഈക്വൽ ടു 30. 4x പ്ലസ് x എന്താ? 4xനോട് കൂടി ഈ x എന്ന് പറയുമ്പോൾ ഇവിടെ 1x എന്നാണ് അല്ലേ? 4xും 1xും കൂടെ കൂട്ടുമ്പോൾ എന്താ കിട്ടുന്നത്? 5x. സോ 5x/4 ഈസ് ഈക്വൽ ടു 30 എന്ന് കിട്ടും. ഇനി 5x ഈക്വൽ ടു എന്താണ്? 5x ഈക്വൽ ടു എന്താണ്? നമുക്കറിയാം, ഇവിടെ ഡിനോമിനേറ്ററിലുണ്ടായിരുന്നവർ അങ്ങോട്ട് ഡിനോമിനേറ്ററിലുണ്ടായിരുന്ന, അതായത് ഇവിടെ ഡിവിഷൻ ഉണ്ടായിരുന്ന ആൾ ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറുന്നുണ്ട്? ഇൻറ്റ് ചെയ്യാനാവൂലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 5x ഈക്വൽ ടു 30 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 120 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5x ഈക്വൽ ടു 120 ആണെങ്കിൽ x ഈക്വൽ ടു എന്താണ്? എക്സിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഗുണിക്കാനുണ്ടായിരുന്നതാണ് അല്ലേ? മൾട്ടിപ്ലിക്കേഷനുള്ള ആളാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറുന്നുണ്ട്? 120/5. 120/5 എന്താ വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 24. അപ്പോൾ നമ്പർ ഏതാ കിട്ടുന്നത് നമുക്ക്? സോ ദ നമ്പർ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ നമ്പർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ ദ നമ്പർ ഈസ് ഈക്വൽ ടു 24 എന്ന് എഴുതണം കേട്ടോ. ലാസ്റ്റ് നമ്മൾ എഴുതുന്നു നമ്പർ ഈക്വൽ ടു 24. ഓക്കെ, അപ്പോൾ ഇത് സെറ്റായല്ലോ. എ ക്ലാസ് ഹാസ് ദ സെയിം നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ്. ഞാൻ ഓരോ സെൻറ്റൻസും വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം കേട്ടോ. എ ക്ലാസ് ഹാസ് ദ സെയിം നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ്. അപ്പോൾ ഗേൾസും ബോയ്സും എന്താണ്? ഈക്വലാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? അപ്പോൾ നമ്മുടെ ഒരു ലാംഗ്വേജിൽ നമ്മളിതിന് എക്സ് ആയിട്ട് കൊടുക്കാം. വൺ ഡേ, ഒരു പെർട്ടിക്കുലർ ഡേനെ കുറിച്ചാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ദിവസം, നമ്മളൊരു കഥയൊക്കെ പറയുന്ന പോലെ ആ ഒരു ദിവസം മാത്രം സംഭവിച്ചൊരു കാര്യമാണിത്. വെൻ 8 ബോയ്സ് ആബ്സെൻറ്റ്, 8 ബോയ്സ് ആബ്സെൻ്റ് ആയി. ഓക്കെ, അതായത് ആബ്സെൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്തമാറ്റിക്കൽ ടേമിൽ അതിന് എന്ത് പറയാം? മൈനസ് ആയി അല്ലേ? 8 ബോയ്സ് മൈനസ് ആയി. ദ നമ്പർ ഓഫ് ഗേൾസ് വാസ് ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ്. ആ സമയത്ത് എന്താ ചെയ്തത്? 8 പേര് ആബ്സെൻ്റ് ആയ സമയത്ത്
നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് എന്തായി, അതായത് നമ്മുടെ നോർമൽ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ നമ്മുടെ ഗേൾസ് അവർക്കൊരു ചേഞ്ച് വന്നിട്ടില്ല കേട്ടോ. അവർ ക്ലാസ്സിൽ അവർ തന്നെയുണ്ട്. അതേ നമ്പർ ഗേൾസ് തന്നെ ആ ക്ലാസ്സിലുണ്ട്. ബോയ്സ് ആണ് നമ്മുടെ എണ്ണം കുറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ x-8 എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ട്വൈസ് ആയിട്ട് മാറി. എന്തിനോട്? നമ്മുടെ എക്സിൻ്റെ ഇരട്ടിയായിട്ട് മാറി. ഓക്കെ, ഗേൾസിൻ്റെ എണ്ണത്തിൽ യാതൊരു ചേഞ്ചും ഇല്ല, അത് എക്സ് തന്നെയാണ്. ബോയ്സിൻ്റെ എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട്? ബോയ്സിൻ്റെ എണ്ണം കുറഞ്ഞപ്പോൾ നമ്മുടെ നോർമലി എണ്ണത്തിൻ്റെ ഇരട്ടിയായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്തായി? 2 × x-8 ആയി. ഇങ്ങനെ വരുന്ന സമയത്തുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരാളിങ്ങനെ അതിനോട് ചാരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഒന്ന് തുറന്നു കൊടുത്താലല്ലേ അവർക്ക് ഇതിനുള്ളിൽ കയറാൻ പറ്റുള്ളൂ. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് ഇതിനെ തുറന്നു കൊടുക്കുന്ന പണി നമ്മൾ ചെയ്യണം കേട്ടോ. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ബ്രാക്കറ്റിന് പുറത്തുള്ള ആളും ആദ്യത്തെ ആളും തമ്മിൽ ഗുണിക്കണം. 2x. ഇനി ഇവിടെ അടുത്ത സൈൻ എന്താണ്? മൈനസ് അല്ലേ, അതവിടെ ഇട്ടു. പിന്നെ എന്ത് ചെയ്യുന്നു? മൈനസ് രണ്ടാമത്തെ ആളും തമ്മിൽ ഗുണിക്കണം. 2 × 8. എന്താണ് 2 × 8? 2 × 8 നമുക്കറിയാം 16. ഇപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ആയിപ്പോയി. ഇനി ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. C = x. ഇനി എക്സിൻ്റെ ടേംസിനെ നമ്മൾക്ക് ഒരിടത്തോട്ട് കൊണ്ടുവരണം. 2x, ഇവരുണ്ടായിരുന്ന എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ -x = ഈ 16 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്തായി? +16 ആയില്ലേ? ഓക്കെ, സോ 2x - x എന്ന് പറഞ്ഞാൽ x ആണല്ലോ. സോ x = 16. ദാറ്റ് മീൻസ് എന്താണ്? x = 16 ആണെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് ഗേൾസും നമ്പർ ഓഫ് ബോയ്സും 16 ആണെന്നല്ലേ. സോ ലാസ്റ്റ് എഴുതാം, നമ്പർ ഓഫ് ബോയ്സ് = 16. പിന്നെയോ നമ്പർ ഓഫ് ഗേൾസോ 16. അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് എന്തായിട്ട് മാറും? 16 തന്നെയല്ലേ? അതായത് രണ്ടും സെയിം ആയിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. The price of a book is 4 rupees more than the price of a pen. അപ്പോൾ എന്താ പറയുന്നത്? പ്രൈസ് ഓഫ് ബുക്കിൻ്റെ പ്രൈസ് പറയുന്നത് 4 rupees മോർ ദാൻ പ്രൈസ് ഓഫ് പെൻ എന്ന് പറയുന്നു. ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കാം കേട്ടോ. ഇവിടെ നമ്മൾക്ക് ആരെയാണ് എക്സ് എന്ന് എടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബിയും പി ഒക്കെ വെച്ചിട്ട് പറയുന്നത്. പ്രൈസ് ഓഫ് ബുക്ക് ഈസ് 4 rupees മോർ ദാൻ ദ പ്രൈസ് ഓഫ് പെൻ. പിന്നെ പറയുന്നത് എന്താണ്? ദ പ്രൈസ് ഓഫ് പെൻസിലിൻ്റെ കാര്യം പറയുന്നത് എന്താണ്? പെൻസിൽ ഈസ് 2 rupees ലെസ് ദാൻ ദ പ്രൈസ് ഓഫ് പെൻ. അപ്പോൾ നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത് ആരെ വെച്ചിട്ടാണ്? ഈ പെൻസിലിൻ്റെ വില വെച്ചിട്ടല്ലേ. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യാം? നമുക്ക് പെൻസിലിന് എക്സ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, സോറി, പെൻസിലല്ല, പേന അല്ലേ. പേനയുടെ വിലയെ പ്രൈസിനെ നമുക്ക് എന്തായിട്ട് കൊടുക്കാം? എക്സ് ആയിട്ട് കൊടുക്കാം. സോ നമുക്കിവിടെ എഴുതാം പ്രൈസ് ഓഫ് പെൻ = പെന്ന് വെച്ചാണ് ഇവർ കമ്പയർ ചെയ്യുന്നത് അല്ലേ. പ്രൈസ് ഓഫ് പെൻ = എക്സ്. പെന്നിന് എക്സ് ആയിട്ട് എടുത്താൽ പ്രൈസ് ഓഫ് ബുക്ക് എന്തായിരിക്കും? x+4 4+x അല്ലേ. x+4 എന്ന് എഴുതാം. x+4 ആയിരിക്കും. ഇനി പെൻസിലിൻ്റെ എന്തായിരിക്കും? x-2 ആയിരിക്കും. എക്സിൽ നിന്ന് 2 കുറച്ചതാണ്. ഈ 3 കാര്യങ്ങൾ നമുക്ക് കിട്ടിയല്ലോ. പെന്നിൻ്റെ പ്രൈസ് എക്സ് ആയിട്ട് എടുത്താൽ ബുക്കിൻ്റെ പ്രൈസ് x+4 ആണ്, പെൻസിലിൻ്റെ പ്രൈസ് x-2 ആണ്. ഇനി എന്താ പറയുന്നത്? എ പേഴ്സൺ ബോട്ട് 5 books. അതായത് ബുക്സ് 5 ആണ് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 5 books = എന്താണ്? ഒരു ബുക്ക് എന്ന് പറയുന്നത് x+4 ആണെങ്കിൽ 5 books എന്ന് പറയുമ്പോൾ 5 × x+4 അല്ലേ വരിക.
ടു പെൻ എന്ന് പറയുമ്പോൾ ഒരു പെൻ എന്ന് പറയുമ്പോൾ എക്സ് ആണ്. അപ്പോൾ 2 പെൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2x വരും. ദെൻ 3 പെൻസിൽ, ഒരു പെൻസിൽ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ 3 പെൻസിൽ എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? 3 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് വരും. എന്നിട്ടോ ഇതൊക്കെ വാങ്ങി ദെൻ ആൻഡ് പെയ്ഡ് 54 റുപ്പീസ് ഫോർ ദം. ഇതിനെല്ലാം കൂടെ ആയത് 54 റുപ്പീസാണ്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ ചെയ്യണം? നമ്മളിതിന് എല്ലാം കൂടെ ആഡ് ചെയ്തു കേട്ടോ. 5 ഇൻറ്റു എക്സ് പ്ലസ് 4 എന്തായിരുന്നു? 5 ബുക്കല്ലായിരുന്നു, 5 ബുക്ക്. 2 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 2 പെൻസ്. 3 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് പറയുമ്പോൾ 3 പെൻസിൽ. അതിനെല്ലാം കൂടെ കൊടുത്തത് എത്രയാണ്? 54 റുപ്പീസാണ്. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. 5x പ്ലസ് 20 അല്ലേ? ആദ്യം നമ്മൾ 5x ചെയ്തു, പിന്നെ 20 പ്ലസ് 20 പ്ലസ് 2x. അവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാനില്ല, അടുത്തതിൽ ഓപ്പൺ ചെയ്യണം. 3x പ്ലസ് 3x മൈനസ് അല്ലേ? മൈനസ് വരുന്നുണ്ട്. അടുത്തത് 3 ഇൻറ്റു 2 6 ഈക്വൽ ടു 54. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എക്സിൻ്റെ ടേംസിനെ എല്ലാവരും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. 5x പ്ലസ് 2x പ്ലസ് 3x എന്താ വരുന്നത്? 5ഉം 3ഉം 8, 8ഉം 2ഉം 10. അപ്പോൾ 10x കിട്ടും. 10x പ്ലസ് അടുത്തത് എക്സിൻ്റെ ടേംസ് അല്ലാത്തവരുണ്ടല്ലോ, 20ഉം മൈനസ് 6ഉം. അപ്പോൾ എന്താ വരിക? 20ഉം മൈനസ് 6ഉം കൂടെ 14 അല്ലേ വരുന്നത്? ഈക്വൽ ടു 54 എന്ന് കിട്ടും. ഇനിയോ 10x ഈക്വൽ ടു ഈ പ്ലസ് 14 ഇങ്ങോട്ട് പോരുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? മൈനസ് 14 അല്ലേ? അപ്പോൾ 54 മൈനസ് 14 എന്നാണ് ഇവിടെ വരേണ്ടത്. അതിന് ആൻസർ എന്താണ്? 54 മൈനസ് 14 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന് ആൻസർ വരുന്നത് 40 ആണ്. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു 40/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ എക്സ് ഈക്വൽ ടു 4 ആണ്. ഇനി നമുക്ക് ഓരോന്നും കണ്ടുപിടിച്ചൂടെ? ഓരോന്നിനും വില എന്താണെന്ന് കണ്ടുപിടിച്ചൂടെ? അതായത് നമ്മുടെ ആദ്യം നമ്മളെടുത്തത് പെന്നാണ് അല്ലേ? പെന്ന് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, അതിനെയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്. സോ 4 റുപ്പീസാണ്. ബുക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബുക്കിൻ്റെ പ്രൈസ് എന്തായിരുന്നു? ഇവിടെ പ്രൈസ് എന്ന് കൊടുക്കണം കേട്ടോ. പ്രൈസ് ഓഫ് പെൻ, പ്രൈസ് ഓഫ് ബുക്കിൻ്റെ പ്രൈസ് എന്തായിരുന്നു? ബുക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു 4 പ്ലസ് എക്സ് ആണല്ലേ? അപ്പോൾ 4 പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 4 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 8 എന്ന് വരും. ഇനി പെൻസിലാണെങ്കിലോ, പെൻസിലിൽ നമ്മൾ എക്സ് മൈനസ് 2 ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4 മൈനസ് 2 എന്ന് പറയുമ്പോൾ എന്താ വരുന്നുണ്ട്? 2 റുപ്പീസായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ -4/9 പ്ലസ് 2/3. ഇവിടെ നമ്മൾക്ക് പ്ലസ് ആദ്യം വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ 4th വണ്ണാട്ടോ ഞാൻ ചെയ്യുന്നത്. 2/3 അല്ലേ ഇവിടെ പ്ലസ് ആദ്യം വരുന്നത്? 2/3 മൈനസ് 4/9 എന്ന രീതിയിൽ നമ്മളിതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതും. ഓക്കെ, പ്ലസ് പോസിറ്റീവായ സംഖ്യകൾ ആദ്യം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈക്വൽ ടു 3 ഇൻറ്റു 9 ഡിനോമിനേറ്ററിൽ 3 ഇൻറ്റു 9 തമ്മിൽ എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നടത്തുന്നത് കേട്ടോ. ഇനി ക്രോസ് ചെയ്യുക. 2 ഇൻറ്റു 9 മൈനസ് 3 ഇൻറ്റു 4 ഇത് തമ്മിൽ ഗുണിക്കുക. 2 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 18 മൈനസ് 12/27. 18 മൈനസ് 12 എന്താ വരുന്നത്? 18 മൈനസ് 12 6 ആണ്. 6/27 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാലോ? 6/27 എന്ന് പറയുമ്പോൾ 6ന് നമുക്ക് 2 ഇൻറ്റു 3 എന്ന് ചെയ്യാം. 27 നമുക്ക് 3 ഇൻറ്റു 9ഉം ചെയ്യാം. 3യും 3യും ക്യാൻസൽ ചെയ്യുമ്പോൾ
2/9 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി -5/7. അടുത്ത ക്വസ്റ്റ്യൻ -5/7 + 5/7. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി നോക്കി. ആദ്യം പ്ലസ് വരുന്ന രീതിയിൽ 5/7 മൈനസ് അല്ലേ, പ്ലസ് വരുന്നത് രണ്ടാമത്തെ 5/7 അല്ലേ, -5/7. ഇപ്പം എന്തായി? 1 - 1, 2 - 2, 3 - 3. ഇതിനൊക്കെ ആൻസർ എന്താ വരുന്നത്? 0 അല്ലേ വരുന്നത്. അപ്പോൾ 0 ആണ് കേട്ടോ വരിക. ഇതുപോലെ ഇപ്പോൾ -9 + 9 = 0, -1000 + 1000 0. രണ്ടും ഒരേ നമ്പറുകളാണ്, ഡിഫറെൻറ്റ് സൈനുകളുമാണെങ്കിൽ അതിന് ആൻസർ 0 ആണ് വരിക. ഓക്കെ ആണല്ലോ, സെറ്റല്ലേ? ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ.